ജന്തർ മന്ദറിൽ സമരം തുടർന്ന് പാറ്റകൾ. എന്നാൽ ശക്തമായ സുരക്ഷാ ക്രമീകരണമാണ് ഡൽഹി പോലീസ് ഒരുക്കിയിട്ടുള്ളത്. രാഹുലിന്റെ പെരുമാറ്റം അപലപനീയമെന്നും പ്രതിപക്ഷ നേതാവെന്ന പദവിക്ക് യോജിക്കാത്തതാണെന്നും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ കുറ്റപ്പെടുത്തി. ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാടാണ് BJPക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. TS ആദർശാണ് ജന്തർ മന്ദറിൽ നിന്നും ചേരുന്നത്. ആദർശ്, എന്താണിപ്പോൾ ജന്തർ മന്ദറിലെ സാഹചര്യം? കഴിഞ്ഞ 2 ദിവസം വളരെ ബോധപൂർവമായി സംഘർഷം സൃഷ്ടിക്കുവാനുള്ള ശ്രമം പാർട്ടികളുടെയും അവരെ അനുകൂലിക്കുന്ന കോൺഗ്രസിന്റെയും ഒക്കെ ഭാഗത്ത് നിന്നുണ്ടായല്ലോ. ഇന്നിപ്പോൾ 3ാമത്തെ ദിവസം സാഹചര്യം ശാന്തമാണോ? ഗൗതം, 3ാമത്തെ ദിവസവും ജന്തർ മന്ദറിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ സംഘടിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസും ബാരിക്കേഡുകളൊക്കെ തീർത്തുകൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് രാജ്യതലസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസവും കോക്രോച്ച് ജനതാ പാർട്ടി പ്രഖ്യാപിച്ച പാർലമെന്റ് മാർച്ച് നടത്തുന്നതിന് അവർക്ക് കഴിഞ്ഞില്ല. അവരെ ഈ ജന്തർ മന്ദറിൽ തന്നെ തളച്ചിടുന്നതിന് പോലീസിന്റെ തന്ത്രങ്ങൾക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 3ാമത്തെ ദിവസമാകുമ്പോഴും ഈ ജന്തർ മന്ദറിലേക്ക് കൂടുതൽ ആളെ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പ്രഖ്യാപിച്ച ഈ ഒരു സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ അവരുടെ ഈ സമരം ഏറ്റെടുത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരയിലെ പാർട്ടികളൊക്കെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടി ആകട്ടെ അവർ ഈ സമരത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതേസമയം ഡൽഹി പോലീസ് ആകട്ടെ അക്രമം ഒരു വിധത്തിലും അനുവദിക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടിക്കാർ ഈ പോലീസിനെ ആക്രമിക്കുക മാത്രമല്ല മാധ്യമ പ്രവർത്തകരെ പോലും കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കാരണം നേരത്തെ ഈ വാർത്ത കവർ ചെയ്യുന്നതിന് വേണ്ടി ജന്തർ മന്ദറിൽ ഈ കോക്രോച്ച് പാർട്ടിയുടെ സമര സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ജനൻ TV ഗോ ബാക്ക് എന്നുള്ള മുദ്രാവാക്യങ്ങൾ പോലും വിളിക്കുന്നതിന് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ തയ്യാറായി. അപ്പോൾ ഈ രീതിയിൽ മാധ്യമങ്ങളെ പോലും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് മാധ്യമ പ്രവർത്തകരെ പോലും ആക്രമിക്കുന്ന തരത്തിലേക്കാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ ഒരു സമരം പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസും വലിയ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്നത്. നഗരത്തിൽ പലയിടങ്ങളിലും സംഘടിപ്പിച്ചുകൊണ്ട് പാർലമെന്റിനുള്ളിലേക്ക് കയറുവാനുള്ള ചില ശ്രമങ്ങൾ, ചില നീക്കങ്ങൾ അതൊക്കെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അതിനെയൊക്കെ പ്രതിരോധിക്കുന്നതിനായിട്ടുള്ള കർശനമായ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. 118 പോലീസുകാർക്കാണ് ആദ്യ ദിവസം കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റത്. 70ഓളം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ജന്തർ മന്ദറിൽ പോലീസ് ഒരുക്കിയിരിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകരും ഇടത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരുമൊക്കെ ഈ ജന്തർ മന്ദറിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നെങ്കിലും പാർലമെന്റ് മാർച്ച് നടത്തുവാൻ കഴിയുമോ എന്നുള്ള ആലോചനയാണ് നടത്തുന്നത്. ഗൗതം, ആദർശ്, നമുക്കറിയാം ഈ രാജ്യവിരുദ്ധ ശക്തികൾ എത്രത്തോളം ഇതിനകത്തേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ പാർട്ടികൾക്ക് ആരാണ് പിന്തുണ നൽകുന്നത് എന്നതിനെ പറ്റിയൊക്കെയുള്ളൊരു വ്യക്തത ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നല്ലോ. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ ഇതിന് പിന്തുണ നൽകുന്നു. ഒപ്പം JNU പോലെയുള്ള ക്യാമ്പസുകളിലെ അതിതീവ്ര രാഷ്ട്രവിരുദ്ധ സ്വഭാവം പല കാലഘട്ടങ്ങളിൽ കാണിച്ചിട്ടുള്ള തീവ്ര ഇടത് സംഘടനകൾ അവർ ആദ്യം മുതൽ തന്നെ ജന്തർ മന്ദറിൽ വരികയും ഈ സമരത്തിനകത്തേക്ക് കയറുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ പ്രവർത്തനമാണിത് എന്ന് കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്ന അതിക്രമങ്ങളിലൂടെ മനസ്സിലായ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ എത്രത്തോളം ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഒപ്പം ഡൽഹിയിൽ അർദ്ധസൈനിക വിഭാഗത്തെ ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ട് ഇനിയൊരു പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യുക എന്ന നിലയിലാണോ ഡൽഹി പോലീസും മറ്റ് സേനാ വിഭാഗങ്ങളും ഉള്ളത്? ഗൗതം, തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ആദ്യമേ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാരണം കോക്രോച്ച് ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദേശ ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരുന്നു. മാത്രമല്ല ഇതൊരു രാജ്യവിരുദ്ധ കൂട്ടായ്മയായി മാറുന്നു എന്നുള്ള ഒരു ശക്തമായിട്ടുള്ള വിവരങ്ങൾ അതൊക്കെ രഹസ്യാന്വേഷണ വിഭാഗം നൽകുകയും ചെയ്തിരുന്നു. കാരണം ചില വിദേശ രാജ്യങ്ങളിലുള്ളവർ ഇതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ ഒരു പ്രചാരണവും പ്രവർത്തനവും ഒക്കെ തുടങ്ങുന്നത്. അപ്പോൾ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുവാനും ഈ പ്രചാരണം നടത്തുന്നവരെ നിരീക്ഷിക്കുവാനും ഒക്കെ തുടങ്ങിയിരുന്നു. അതിൽ നിന്ന് തന്നെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വിഘാതം സൃഷ്ടിക്കും
സൃഷ്ടിക്കുന്ന തരത്തിൽ ചില വിഭാഗങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ള മുന്നറിയിപ്പ് രഹസ്യാന്വേഷണ വിഭാഗം കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കരുതലോടെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളടക്കം മുന്നോട്ട് പോയത്. പിന്നാലെയാണ് അവർ ജന്തർ മന്ദറിൽ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തിറങ്ങുകയും ചെയ്തത്. ഈ ജന്തർ മന്ദറിലെ സമരത്തെ സോനം വാങ്ചൂക്ക് ഏറ്റെടുത്തുകൊണ്ട് നിരാഹാര സമരമാക്കി മാറ്റുമ്പോൾ സോനം വാങ്ചൂക്കിന് അദ്ദേഹത്തിന്റെ NGOയ്ക്ക് അദ്ദേഹത്തിന് ബന്ധമുള്ള NGOകൾക്കൊക്കെ ചൈനയിൽ നിന്ന് അടക്കം കിട്ടുന്ന സഹായവും സാമ്പത്തിക സഹായവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും രഹസ്യാന്വേഷണ വിഭാഗം വിവരശേഖരണത്തിലേക്ക് കടക്കുകയും ചെയ്തു. പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ തന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നത്. ഒരു ഘട്ടത്തിലും NSUO യൂത്ത് കോൺഗ്രസോ ഒന്നും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ സമരപന്തലിൽ എത്തുകയോ ശക്തമായിട്ട് ഈ സമരത്തിന് വേണ്ടി രംഗത്തിറങ്ങുകയോ ചെയ്തില്ല എന്നതും ഇതുമായി ചേർത്ത് വെക്കേണ്ടതാണ്. ആ ഒരു ഘട്ടത്തിലാണ് രാഹുൽ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തുകയും അദ്ദേഹം ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ വലിയ ഒരു പ്രതിഷേധ സമരവുമായി തനിക്കൊപ്പമുള്ള നേതാക്കളെയും MP-മാരെയും കൂട്ടി എത്തുകയും ചെയ്തത്. ഇത്തരത്തിൽ അപ്രതീക്ഷിതമായിട്ടൊരു സമരം നടത്തിക്കൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്നിലും മുന്നിലുമൊക്കെ താൻ തന്നെയാണെന്നുള്ള ഒരു പ്രഖ്യാപനവും പ്രതിപക്ഷ നേതാവ് നടത്തുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും വിദേശ ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേരത്തെ തന്നെ പല അന്വേഷണ ഏജൻസികളും ഇത് സംബന്ധിച്ചുള്ള വിവരശേഖരണം തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആളും അർത്ഥവും എത്തിക്കുന്നത് ആര് എന്നുള്ള ഒരു ചോദ്യത്തിന് അത് കൃത്യമായിട്ട് ആം ആദ്മി പാർട്ടി മുതൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, ഇടത് വിദ്യാർത്ഥി സംഘടന അടക്കമുള്ളവർ ഇത്തരത്തിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തെ സഹായിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ CA വിരുദ്ധ സമയത്ത് സജീവമായി തലപൊക്കിയ ചില ജിഹാദി കൂട്ടങ്ങൾ അവരും ഇത്തരത്തിൽ ഈ ജന്തർ മന്ദറിൽ എത്തുകയും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അതിതീവ്ര നിലപാട് സ്വീകരിക്കുന്ന ഇടത് വിദ്യാർത്ഥി സംഘടനയായ ഐസ ഉൾപ്പെടെയുള്ളവർ അവർ JNUവിൽ നിന്ന് ജന്തർ മന്ദറിലേക്ക് അവരുടെ പ്രവർത്തകരെയും നേതാക്കളെയും എത്തിക്കുന്നു. നിരാഹാര സമരത്തിനടക്കം പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുന്നു. ഒപ്പം തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള അതിതീവ്ര നിലപാട് സ്വീകരിക്കുന്ന ഇസ്ലാമിക സംഘടനകളുടെ ഭാഗത്തു നിന്നും ഈ സമരത്തിന് വേണ്ട പിന്തുണകൾ നൽകുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹി പോലീസും മറ്റ് ദ്രുതകർമ്മ സേനയും ഒക്കെ കർശനമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഒരു ഘട്ടത്തിലും വലിയ ഒരു ആക്രമണത്തിലേക്ക് ഈ സമരം നീങ്ങരുത് എന്നുള്ള നിർബന്ധത്തോടു കൂടി തന്നെയാണ് പോലീസ് വിഭാഗം മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഈ കോക്രോച്ച് ജനതാ പാർട്ടി അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ വാട്സപ്പ് ചാറ്റുകളിലൂടെ ഒക്കെ തന്നെ വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണ് ഡൽഹി പോലീസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് ഡൽഹി പോലീസിന് കഴിയുകയും ചെയ്തത്. ജന്തർ മന്ദറിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി പ്രഖ്യാപിക്കുകയും അവർ ഈ ജന്തർ മന്ദറിലും പാർലമെന്റ് സ്ട്രീറ്റിലും മാത്രമല്ല മറ്റു ചില ഇടങ്ങളിൽ കൂടി അവരുടെ പ്രവർത്തകരെ സജ്ജരാക്കിക്കൊണ്ട് പാർലമെന്റിന് ഉള്ളിലേക്ക് കയറുക എന്നതടക്കമുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഇതൊക്കെ കൃത്യമാക്കി മനസ്സിലാക്കിയ പോലീസ് ഇതിനെയൊക്കെ തകർക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം വലിയ ആക്രമണത്തിലേക്ക് നീങ്ങാതിരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഗൗതം, ഓക്കെ വ്യക്തമാണ്. എന്തായാലും ഇന്നും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം ജന്തർ മന്ദറിൽ തുടരുകയാണ്. അവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ദേശവിരുദ്ധ ശക്തികളുടെ ഒരു കൂട്ടായ്മ എന്ന നിലയിലാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും മറ്റ് കേന്ദ്ര ഏജൻസികളും ഇതിനെ നോക്കിക്കാണുന്നത്. അതിനാൽ തന്നെ ഡൽഹിയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആദർശ് TS ആണ് ജന്തർ മന്ദറിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.